ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല പഴുത്ത മാങ്ങയും റവയും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് നല്ല പോലെ പഴുത്തിട്ടുള്ള 2 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ചെറിയൊരു മിക്സർ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. പഴുപ്പ് കുറഞ്ഞ മാങ്ങ ഇതിനു വേണ്ടി എടുക്കരുത്, നല്ല പോലെ പഴുത്ത മാങ്ങ തന്നെ ഇതിനെടുക്കണം. ഇപ്പം ഞാനിതാ ഇത് മുഴുവനായിട്ടും മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാതെ നമുക്ക് ഇത് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇത് തയ്യാറാക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കവർ പാല് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്, നല്ല കട്ടിയായിട്ടുള്ള പാലായിരിക്കണം. ഇനി നമുക്ക് ഈ പാല് ലൈറ്റായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാല് ചൂടാവുന്നതിന് മുമ്പോ അല്ലാന്നുണ്ടെങ്കിൽ തിളച്ചതിന് ശേഷമോ നമ്മൾ ഈ ഒരു പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കട്ടയായിട്ട് പോവും. അങ്ങനെ ആവാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് ചേരും. ഇപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 2.5 ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടിയാണ്. പിന്നെ ഇത് നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, മധുരം കൂട്ടിയും കുറച്ചൊക്കെ തയ്യാറാക്കി എടുക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലുള്ള പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുക്കാം. ഈ ഒരു പാല് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് എല്ലാം അലിഞ്ഞ് ചേർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഒന്നിച്ചിട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കട്ടയായി പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. വറുക്കാത്ത റവയാണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറുത്ത് മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു കപ്പ് റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് കട്ടയാവാതിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ ചെറുതായിട്ട് കുറുകി വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു മാങ്ങ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ വിടാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവം തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. വലിയ ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് 50 ഗ്രാം അളവിലാണ് നെയ്യ്. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിലും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് ടോട്ടൽ 50 ഗ്രാം അളവിലുള്ള നെയ്യാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് ചൂടോടെ തന്നെ കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബോൾസ് ആക്കി എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഏതെങ്കിലും കേക്കിൻ്റെ മൗൾഡിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റീലിൻ്റെ പാത്രത്തിലോ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതിന് ശേഷം പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. ഇനി വെച്ചിരുന്നാലും കുഴപ്പമില്ല, തണുപ്പിച്ചാലും തണുപ്പിക്കാതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചാണ് എടുക്കുന്നത്. ഒരു 30 മിനിറ്റ് നേരം ഫ്രീസറിലല്ല തൊട്ട് താഴെ വെച്ചിരുന്നിട്ട് എടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.